ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. ഒരു കപ്പ് റവ വെച്ചിട്ട് നല്ല സോഫ്റ്റ് ആയിട്ട് ഉണ്ടാക്കാൻ പറ്റിയൊരു കേക്കിൻ്റെ റെസിപ്പിയാണ് ഞാനിന്ന് നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നത്. മുട്ടയൊന്നും ചേർത്ത് കൊടുക്കാൻ തന്നെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കേക്ക് നമുക്ക് വീട്ടിൽ തന്നെ തയ്യാറാക്കി എടുക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് കണ്ടു നോക്കാം ഇതെങ്ങനെയാണ് ഉണ്ടാക്കിയെടുക്കുന്നതെന്ന്. വീഡിയോ ഇഷ്ടപ്പെട്ടതാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് റവയും പഞ്ചസാരയും ഒന്ന് പൊടിച്ചെടുക്കണം. അതിനായിട്ട് ഞാനിവിടെ ഒരു കപ്പ് റവ, അര കപ്പ് പഞ്ചസാര, 3 ഏലക്കായും കൂടി മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ട് ഒന്ന് പൊടിച്ചെടുക്കുന്നുണ്ട്. നല്ല ഫൈനായിട്ട് തന്നെ നമുക്കിത് പൊടിച്ചെടുക്കണം. ഇപ്പോൾ ഞാനിതിവിടെ തരികളൊന്നുമില്ലാതെ നല്ല ഫൈനായിട്ട് തന്നെ പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1/4 കപ്പ് കസ്റ്റേർഡ് പൗഡർ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ വെനില ഫ്ലേവർ കസ്റ്റേർഡ് പൗഡറാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. കസ്റ്റേർഡ് പൗഡറിന് പകരമായിട്ട് നിങ്ങൾക്ക് 1/4 കപ്പ് കോൺഫ്ലവർ ചേർത്ത് കൊടുക്കാൻ പറ്റും. ഇനി ഇതിലേക്ക് നമുക്ക് 1/3 കപ്പ് മിൽക്ക് പൗഡറും കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ടെടുക്കാം. ഇനി നമുക്കിതിലേക്ക് അര കപ്പ് ഓയിൽ ചേർത്ത് കൊടുക്കാം. ഓയിലിന് പകരമായിട്ട് നിങ്ങൾക്കിതിൽ നെയ്യ് ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് 1/4 കപ്പ് പാല് ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ടെടുക്കാം. നല്ല ഫൈനായിട്ട് കട്ടകളൊന്നും ഇല്ലാതെ വേണം മിക്സ് ചെയ്തിട്ടെടുക്കാൻ. ഇപ്പോൾ ഞാനിതിവിടെ നല്ല ഫൈനായിട്ട് കട്ടകളൊന്നും ഇല്ലാതെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഈ ബാറ്റർ അത്യാവശ്യം ലൂസാണ്. നമ്മളിനി ഇത് ഒരു 5 മിനിറ്റ് നേരത്തേക്ക് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി അടച്ചു വെക്കാം. അത്രയും നേരം കൊണ്ട് നമ്മുടെ കേക്കിൻ്റെ ബാറ്റർ ഇവിടെ സെറ്റായി കിട്ടും. 5 മിനിറ്റിന് ശേഷം നമുക്കിത് വീണ്ടും ഒന്ന് മിക്സ് ചെയ്തിട്ടെടുക്കാം. ഇപ്പോൾ നമ്മുടെ കേക്കിൻ്റെ ബാറ്ററൊക്കെ ഇവിടെ നല്ല തിക്കായി കിട്ടിയിട്ടുണ്ട്. ഈ ഒരു കട്ടിയിലാണ് നമുക്ക് ബാറ്റർ ഇവിടെ തയ്യാറാക്കി എടുക്കേണ്ടത്. ഇനി നമുക്കിതിലേക്ക് 1/2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വിസ്ക് ചെയ്തിട്ടെടുക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ സമയത്ത് ഇതിൽ കുറച്ച് ടൂട്ടി ഫ്രൂട്ടിയൊക്കെ ചേർത്ത് കൊടുക്കാം. നിങ്ങൾക്കിത് മിക്സ് ചെയ്യുമ്പോൾ ബാറ്റർ കട്ടി കൂടുതലാണെന്ന് തോന്നുകയാണെങ്കിൽ കുറേശ്ശെ പാല് ചേർത്ത് കൊടുത്തിട്ട് ഇതിൻ്റെ കൺസിസ്റ്റൻസി ഒന്ന് ശരിയാക്കി എടുക്കാം. നമ്മുടെ ബാറ്റർ ഇവിടെ തയ്യാറായിട്ടുണ്ട്. അപ്പം ഇനി നമുക്ക് കേക്ക് ഉണ്ടാക്കിയെടുക്കാൻ തുടങ്ങാം. ഞാനിവിടെ ഒരു കേക്ക് ടിന്നിൽ ആദ്യം തന്നെ കുറച്ച് നെയ്യൊക്കെ അപ്ലൈ ചെയ്തിട്ട് ഗ്രീസ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഇനി നമുക്ക് ബാറ്റർ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഒന്ന് ചെറുങ്ങനെ ടാപ്പ് ചെയ്തിട്ടെടുക്കാം. ഇനി നമുക്കിതിൻ്റെ മുകളിൽ കുറച്ച് ടൂട്ടി ഫ്രൂട്ടിയൊക്കെ ഇട്ട് കൊടുക്കാം. നിങ്ങൾക്ക് ടൂട്ടി ഫ്രൂട്ടിക്ക് പകരമായിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള നട്ട്സൊക്കെ ചേർത്ത് കൊടുക്കാൻ പറ്റും. ഇനി നമുക്കിത് വേവിച്ചെടുക്കാം. അതിനായിട്ട് ഞാനിവിടെ ഒരു കടായി ആദ്യം തന്നെ പ്രീ ഹീറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഈ കേക്ക് ടിൻ ഇതിലേക്ക് ഇറക്കി വെച്ച് കൊടുക്കാം. എന്നിട്ട് ഒന്ന് അടച്ച് വെച്ച് കൊടുക്കാം. അരമണിക്കൂർ നേരത്തേക്ക് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം നമുക്കിത് വേവിച്ചിട്ടെടുക്കാൻ. അരമണിക്കൂറിന് ശേഷം നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. ഇപ്പം നമ്മുടെ കേക്ക് ഇവിടെ നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിത് പുറത്തേക്ക് എടുത്തിട്ട് ഒന്ന് തണഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കാം. ഇപ്പോൾ കേക്ക് ഇവിടെ നന്നായിട്ട് തണഞ്ഞ് കിട്ടിയിട്ടുണ്ട്. ഇതിൻ്റെ സൈഡൊക്കെ കണ്ടില്ലേ, നന്നായിട്ട് അടന്ന് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് ഡിമോൾഡ് ചെയ്തിട്ടെടുക്കാം. കേക്ക് അടത്തിയെടുക്കാൻ ഒരു ബുദ്ധിമുട്ടുണ്ടാവില്ല കേട്ടോ. ഒന്ന് കമത്തിയാൽ തന്നെ ഇത് ഈസി ആയിട്ട് അടന്ന് കിട്ടും. ഇനി നമുക്കിതിൻ്റെ മുകളിൽ നിന്ന് ബട്ടർ പേപ്പറൊക്കെ ഒന്ന് എടുത്ത് മാറ്റാം. നമുക്ക് നമ്മുടെ കേക്ക് ഇവിടെ നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ തയ്യാറായി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ എത്ര ഈസി ആയിട്ടല്ലേ നമുക്കിവിടെ കേക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയത്. ഇനി നമുക്ക് ഈ കേക്ക് ഒന്ന് കട്ട് ചെയ്തിട്ടെടുക്കാം. കട്ട് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്കിത് കാണാൻ പറ്റും ഇത് എത്രമാത്രം സോഫ്റ്റാണെന്ന്. അപ്പോൾ അതവിടെ നമ്മൾ നല്ല സൂപ്പർ സോഫ്റ്റ് ആയിട്ടുള്ള സ്പോഞ്ച് പോലത്തെ, അതുപോലെ തന്നെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള കേക്ക് തയ്യാറായിട്ടുണ്ട്. നമുക്കിനി ഇത് കട്ട് ചെയ്തിട്ടെടുക്കാം. ഇത് നിങ്ങൾക്ക് ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ചെടുത്തതിൻ്റെ ശേഷം ഒരു എയർ ടൈറ്റ് കണ്ടെയ്നറിൽ വെച്ചിട്ട് ഒരാഴ്ചത്തേക്ക് സ്റ്റോർ ചെയ്ത് വെക്കാനും പറ്റും. കുട്ടികൾക്കൊക്കെ ഒരു ഈവനിങ് സ്നാക്കായിട്ടും അതുപോലെ തന്നെ അവരുടെ ടിഫിനിലൊക്കെ കൊടുത്തേക്കാൻ പറ്റിയൊരു പെർഫെക്റ്റ് കേക്ക് റെസിപ്പിയാണ്. പിന്നെ ഇതിൽ നമ്മൾ ഒട്ടും മൈദയൊന്നും ചേർത്ത് കൊടുത്തിട്ടില്ല. അതുകൊണ്ട് ഇത് നല്ല ഹെൽത്തിയും കൂടിയാണ്. അപ്പോൾ ഈ ഒരു കേക്ക് റെസിപ്പി നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്തിട്ട് നിങ്ങളെ ഫീഡ്ബാക്സൊക്കെ എന്നെ അറിയിക്കണേ. എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിയുടെ കൂടെ ഷെയർ ചെയ്യാനും മറക്കരുത്.